ദീപകം ജീവദായകം ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ളൊരു പൊതു ശീർഷകത്തിൽ നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പരമ്പരയിലെ 73-ാമത്തെ സെഷനാണല്ലോ ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടം തൊടുകയില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ ആക്കിയെടുക്കാം, വളർത്തിയെടുക്കാം, എങ്ങനെ നമുക്ക് പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാം, സംരക്ഷിക്കാം, അതേപ്പറ്റി വിശദമായിട്ട് കണ്ടുവരികയാണ്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഉത്ഭവഭാവത്തിൻ്റെ ദുസ്വാധീനത്തിൻ്റെ മേഖല ശ്രദ്ധിച്ചു. ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. സഭയുടെ പ്രബോധനത്തിനകത്ത് നമ്മളതേപ്പറ്റി വ്യക്തമായിട്ട് കാഴ്ചപ്പാടെടുത്തു. എന്നിട്ട് നമ്മൾ ബൈബിളിലേക്ക് കയറി ഈശോയുടെ വംശാവലിയിലെ ഒരു 5 തലമുറകളെ ഒന്ന് അടുത്ത് വീക്ഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയായിരുന്നല്ലോ. ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ സമ്പൂർണ്ണ ബൈബിള് എടുത്തുകൊണ്ട് ഒരുമിച്ച് ഈ വിചിന്തനത്തിൽ പങ്കുചേരുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഏതാനും സെഷനുകൾ നമുക്ക് റൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. കാരണം നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 4, 5, 6 വാക്യങ്ങളിൽ സോളമൻ്റെ മുകളിലുള്ള 4 തലമുറകളെ, സോളമൻ്റെ അപ്പൻ ദാവീദ്, ദാവീദിൻ്റെ അപ്പൻ ജെസ്സെ, ജെസ്സയുടെ അപ്പൻ ഓബദ്, ഓബദിൻ്റെ അപ്പൻ ബോവാസ്, അങ്ങനെ 4 തലമുറകൾ. സോളമൻ 1-5 അത് നമ്മൾ നിരീക്ഷിക്കുകയാണ് ഈ സ്വാധീനത്തിൻ്റെ മേഖല കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിലാണ്. റൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മുഴുവൻ വായിച്ചു പോവുകയല്ല. പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം അച്ഛനൊന്ന് വായിച്ച് ഒരു കമൻറ്റ് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദയായിൽ ഒരു ബെത്ലഹംകാരൻ ഭാര്യയും പുത്രന്മാർ 20 മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. അവൻ്റെ പേര് എലിമലേഖ്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കെലിയോനും. അവർ യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ഈശോയുടെ ബെത്ലഹേം ബന്ധം ആരംഭിക്കുന്നത്. ദാവീദിൻ്റെ നഗരം അവിടെ ബെത്ലഹേം മാറിയതിൻ്റെ കാരണം ഈ ദാവീദിൻ്റെ അപ്പൂപ്പൻ എലിമലേഖ് അല്ലെങ്കിൽ എലിമലേഖിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസ്, ആ ബോവാസ് ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന റൂത്ത്, ഇതെല്ലാം ബെത്ലഹേംകാരാണ്. റൂത്ത് ബെത്ലഹേമിൽ വരുന്നയാളാണ്. അപ്പോൾ എലിമലേഖ് ഇവർ ബെത്ലഹേമിൽ യൂദയ ഭാഗത്ത് ഇങ്ങനെ ക്ഷാമം ഉണ്ടായപ്പം കുടിയേറിപ്പോയി. അവർ മോവാബ് ദേശത്തോട്ട് പോയി അവിടെ താമസിച്ചു. നവോമിയുടെ ഭർത്താവ് എലിമലേഖ് മരിച്ചു, അവളും പുത്രന്മാർ ശേഷിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു, എലിമലേഖ് മരിച്ചു. പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മോവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ മഹ്ലോനും കിലിയോനും മരിച്ചു. 10 വർഷം അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പം മരിച്ചു. മക്കൾ വളർന്നു വന്നു. കുറേ വർഷം എടുത്തല്ലോ. മക്കൾ വളർന്നവർ കല്യാണം കഴിച്ചു. പക്ഷേ 8-10 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് പിള്ളേരുണ്ടായില്ല. അങ്ങനെ ഇരിക്കും ഈ 2 ആൺപിള്ളേർ മരിക്കുകയാണ്. 3 വിധവകൾ മാത്രം അവശേഷിക്കുന്ന ഈ കുടുംബത്തിൽ. അങ്ങനെ ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പം ബെത്ലഹേമിലെ യൂദയായിൽ പഞ്ഞമെല്ലാം മാറിയെന്ന് നവമി കേൾക്കുകയാണ്. 6-ാം വാക്യം. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് കേട്ട് നവോമി മരുമക്കളോട് കൂടെ മോവാബിൽ നിന്ന് തിരികെ പോരാൻ ഒരുങ്ങി. പക്ഷെ തിരികെ പോരാൻ ചിന്തിക്കുമ്പം നവോമി വിചാരിക്കുകയാണ്, തൻ്റെ കൂടെ വരുന്ന ഈ 2 മരുമക്കൾ ഭർത്താക്കന്മാരും ഇല്ല, പിള്ളേരുമില്ല, ഈ നാട്ടുകാരുമാണ്, യഹൂദരുമല്ല, ഇസ്രായേൽക്കാരുമല്ല, അവരെ എന്തിനാ കൂട്ടിക്കൊണ്ട് വരുന്നത്? അവരെ എങ്ങനെയും പറഞ്ഞു വിടാം, നിർത്താൻ തന്നെ എങ്ങനെയെങ്കിലും പ്രായമായെങ്കിലും എങ്ങനെയെങ്കിലും നടന്ന് ബെത്ലഹേം ചെന്ന് അവിടെ പോയി ജീവിക്കാം, മരിക്കാം, അത് മതി. അങ്ങനെ നിർബന്ധിച്ചു. പക്ഷേ 14-ാം വാക്യം. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. ഒരു മരുമകൾ സ്വന്തം വീട്ടിലേക്ക് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയി. പക്ഷെ റൂത്ത് പറഞ്ഞു, ഞാൻ പോവുകയില്ല. 15-ാമത്തെ വചനം.
നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോവുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റൂത്ത് നിർബന്ധമായിട്ടും അമ്മായിമ്മയുടെ കൂട്ടത്തിൽ വരികയാണ്. വളരെ മാതൃകാപരമായ അല്ലെ പുണ്യം നിറഞ്ഞ ഒരു മരുമകളായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ റൂത്തിനെ കാണുകയാണ്. 19 വാക്യം, അവർ ബെത്ലഹേമിലെത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമി എന്ന സ്ത്രീകൾ പരസ്യം ചോദിച്ചു. 10, 15, 20 വർഷമായി അവർ പോയിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ ബെത്ലഹേമിലെത്തി ഈ അമ്മയും അമ്മായിമ്മയും മരുമകളും അവിടെ വന്ന് അവരുടെ പഴയ വീടൊക്കെ ദേവിച്ചാണി കിടപ്പുണ്ട്, പറമ്പ് കിടപ്പുണ്ട്, അവിടെ ഒരു കൂടിലൊക്കെ ഉണ്ടാക്കി താമസം ആരംഭിക്കുകയാണ്. 2-ാമത്തെ അധ്യായം. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്ന പേര് ഒരു ധനികനുണ്ടായിരുന്നു. നമ്മളിവിടെ ബോവാസിനെ കാണുന്നത്. ഇതാണ് പശ്ചാത്തലം. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പിറക്കട്ടെ എന്ന് മൊബാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. ഇവിടെ വന്ന് അവർക്ക് താമസം ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, എന്നാ മാർഗം? പണിയെടുക്കാനൊന്നും അമ്മയ്ക്ക് പറ്റിയല്ല, ആരോഗ്യമില്ല, മരുമോക്ക് ഇവിടുത്തെ പണിയൊന്നും പരിചയമില്ല. അപ്പോൾ അവൾ നോക്കി ബാർലി കൊയ്ത്ത് നടക്കുന്ന സമയമാണ്, കാല പിറക്കാനായിട്ട് ചെല്ലട്ടെ. അപ്പോൾ പഠിച്ച ഈ കാല പിറക്ക വെച്ചാൽ നമുക്കറിയാമല്ലോ, കൊയ്ത്തുകാർ കൊയ്ത് കറ്റ എടുത്ത് മാറ്റി കൊണ്ടുപോയി കഴിയുമ്പം നിലത്ത് വീണ്ടെടുക്കുന്ന ധാന്യങ്ങൾ പെറുക്കിയെടുത്തോണ്ട് പോരുക. അപ്പോൾ റൂത്ത് അങ്ങനെ ചോദിച്ചു. പൊയ്ക്കൊള്ളുക എന്ന് നവോമി പറഞ്ഞു. അങ്ങനെ അവൾ രാവിലെ തന്നെ പോയി വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പിറക്കി. എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ബോവാസ് ബെത്ലഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്നവർ പ്രത്യഭിവാദനം ചെയ്തു. ഇവിടെ നമ്മൾ ഈ സോളമൻ്റെ 4 തലമുറ മുകളിലുള്ള വല്യപ്പനെ കാണുകയാണ്. ആ വല്യപ്പൻ്റെ 1-2 ക്ലോസപ്പ് ഫോട്ടോകൾ പോലെ നമുക്ക് വചനം വരച്ച് കാണിക്കുന്ന ചില ചിത്രങ്ങൾ. ഒന്നാമത്തെ, ഇപ്പം നമ്മൾ വലിയ 4 തലമുറ മുമ്പുള്ള വല്യമ്മയാണ് റൂത്തിനെ കണ്ടത്. റൂത്തിൻ്റെ നന്മയുടെ ഒരു വശം നമ്മൾ കണ്ടു കഴിഞ്ഞു. അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം നാടും വീടും ഭാവിയും ജീവിതവും എല്ലാം ഉപേക്ഷിച്ച് മരിച്ചുപോയ ഭർത്താവ്, പിള്ളേരുമില്ല, എന്നിട്ടും തൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി താൻ ജീവിതം മുഴുവൻ മാറ്റി അന്യനാട്ടിലേക്ക് പോരുന്നു. അതുപോലെ നന്മയുള്ള ഒരു ആൾ റൂത്ത്. നമ്മളൊരു ചിത്രം കിട്ടി അങ്ങനെ. ഇനി ബോവാസിൻ്റെ ചിത്രമാണ്. ബോവാസ് ബെത്ലഹേം നഗരത്തിൽ താമസിക്കുന്നു, വയലിലേക്ക് വരുന്നു. രാവിലെ പണിക്കാർ 8 മണിക്ക് പണിക്കിറങ്ങി കാണും. അതൊക്കെ ഒരു 10 മണിക്കാകുമ്പോൾ വന്ന് കാണും. വന്നു കഴിയുമ്പോഴേ ബോവാസ് അവരെ സമീപിക്കുന്നതല്ല, അഭിവാദനം ചെയ്യുന്നത് അങ്ങനെ കണ്ടോ? ബോവാസ് പറഞ്ഞ്, കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. അൾത്താരിൽ നിന്നുകൊണ്ട് അച്ഛൻ പറയുന്ന പോലെയാണ്, കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അല്ല, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്ന പോലെ അതുപോലെയുള്ളൊരു ആത്മീയ അന്തരീക്ഷം ഉള്ളി മാത്രമല്ലാത്ത പെരുമാറുന്ന ജോലിക്കാരുടെ ഇടയിൽ പോലും നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഈ ബോവാസിന്. നമ്മൾ ശ്രദ്ധിക്കണം. അല്പമെങ്കിലും നന്മ ഇല്ലാത്ത ഒരാളാണ് ഈ യജമാനെങ്കിൽ, മുതലാളിയെങ്കിൽ, അങ്ങനെ വരുമ്പോൾ തന്നെ ജോലിക്കാർ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ആണ്ട് വരുന്നുണ്ട് അതിയാൻ ഇന്ന് എന്നതാ, ഇങ്ങനെ പുറപുറക്കും. അതിർത്തി ഇവർ ചിരിച്ച് കാണിക്കുമെങ്കിലും ഇങ്ങനെ പുറപുറക്കും. ഇവിടെ അങ്ങനെയല്ല. ദൈവിക വചനം പറഞ്ഞ് ആശംസ പറഞ്ഞ് അഭിവാദനം പ്രത്യഭിവാദനം. ബോവാസിൻ്റെ ഒരു നേർചിത്രം വീണ്ടും കിടന്നതിൻ്റെ ദൈവചിന്തയും ആത്മീയതയൊക്കെ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് ഈ കാല പിറക്കുന്നവർ കൂടുതൽ പതിവില്ലാത്ത, പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി, ഒരു യുവതി. ഇതാരാ? അദ്ദേഹം മേൽനോട്ടക്കാരോട് ചോദിച്ചു. ആ പറഞ്ഞു, നവോമിയുടെ കൂടത്തിൽ വന്ന ഒരു മൊബാബ്യ യുവതിയാണ് അവൾ. അപ്പോൾ ഈ വാർത്ത ബോവാസ് കേട്ടിരുന്നു. നവോമി തിരിച്ചു വന്നു. അതൊരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് നവോമി, എലിമലേക്കും മരിച്ചു പോയത്. അപ്പോൾ കൂടുതൽ ആരാ ഉള്ളത്? ആരുമില്ല. അവിടെ നിന്നൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ, മരുമോളാ, അവൾ നന്മ കൊണ്ട് വന്നതാ, ഇങ്ങനെ കേട്ടിരുന്നു. അതാണ് ഈ ആള്. അപ്പം ഇത്രയും സംസാരം വന്നപ്പോഴേക്കും റൂത്തിന് മനസ്സിലായി ഇപ്പം വന്നിരിക്കുന്ന ആളാ യജമാനൻ. ഉടനെ റൂത്ത് വന്ന് ബോവാസിൻ്റെ മുന്നേ വണങ്ങിയിട്ട് പറഞ്ഞു, യജമാനെ, ഞാൻ രാവിലെ മുതൽ വന്ന് കാല പെറുക്കുകയാണ് ഇവിടെ, ചോദിച്ചില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു, പെറുക്കിക്കോട്ടെ ചോദിച്ചു. അപ്പോൾ ബോവാസ് സന്തോഷത്തോടെ അവളെ, ഞാൻ നിന്നെപ്പറ്റി കേട്ടിരുന്നു മോളെ, നീ ഇവിടെ പെറുക്കിക്കോ, നീ വേറെ എങ്ങും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് 8 നല്ല വാക്യങ്ങൾ. മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലിൽ നീ പോകണ്ട, എൻ്റെ ദാസിമാരോട് ചേർന്ന് കൊള്ളുക, അവർ കൊയ്യുന്നത് എവിടെയും നോക്കി അവരെ പിന്തുടരുക, നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബോവാസ് വലിയ ഔദാര്യ സംരക്ഷണം, ഒരു വിശേഷമായ കരുതൽ കൊടുക്കുകയാണ് അവൾക്ക്. ശല്യപ്പെടുത്തരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് അവളെ ഒന്നും കമനടിക്കാൻ പോയേക്കരുത്, നീ ആ ദാസികളോട് നടന്നു. പിന്നെ വെള്ളം കുടിക്കാൻ ജോലിക്കാർക്ക് മാത്രം വെച്ചിരിക്കുന്ന വെള്ളവും ഭക്ഷണം വയ്ക്കുക,
കാലാപറക്കാൻ വരുന്നവർക്ക് അങ്ങനെയൊന്നും കൊടുക്കുകയല്ല, കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഈ യുവതിക്ക് ബോവാസ് അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. വീണ്ടും 14-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഭക്ഷണ സമയത്ത് ബോവാസ് അവോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ കൂടെ ഇരുന്നു. അവൻ അവൾക്ക് മലര് കൊടുത്തു. ഭക്ഷ്യ തൃപ്തിയായി ബാക്കിയും വന്നു. അപ്പം ഏറ്റവും തനിക്ക് വേണ്ടി തന്നെ കരുതി വെച്ചിരിക്കുന്ന ഭക്ഷണം പോലും എടുത്ത് അവൾക്കും കൂടെ കൊടുത്ത്, അപ്പോൾ അന്യയായ അപരിചിതയായ വന്നിരിക്കുന്ന ആ ഒരു യുവതിയെ സ്വന്തം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അല്ല, സ്വന്തം സ്റ്റാഫിനെ പോലെ കരുതി അങ്ങനെ കരുതുന്നു ബോവാസ്. വീണ്ടും 15-ാം വാക്യം. അവൾ കാലാപറക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യമായോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ, അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം, അവളെ ശാസിക്കരുത്. മനസ്സിലായോ? അത് കറ്റ കെട്ടി വെച്ചിട്ട് കൊയ്ത്തുകാരത് മാറിക്കഴിയുമ്പോൾ ചുമട്ടുകാർ വന്ന് അത് പെറുക്കി മാറ്റി കഴിഞ്ഞിട്ടേ ആ ഒരു ഭാഗത്തേക്ക് കാല പെറുക്കുകാർക്ക് കയറാനും അതുള്ളൂ. പക്ഷേ ഇവക്കറിയത്തില്ല, അവൾ വന്ന് അതിലില്ലെങ്കിൽ പെറുക്കുകയാണ്. അപ്പോൾ ബോവാസ് ഇവർക്കർ പറയാണ്, അവളങ്ങനെ കറ്റ ഇടയ്ക്ക് വന്ന് പെറുക്കാൻ പറഞ്ഞാൽ വടക്ക് പറഞ്ഞേക്കരുത് എന്ന് മാത്രമല്ല, അങ്ങനെ പെറുക്കാൻ വരുന്നത് കാണുമ്പം നിങ്ങൾ ആ കറ്റ എടുത്തുകൊണ്ട് വരാൻ ചെല്ലുമ്പം അവൾ കാണാതെ അതിനകത്ത് വെച്ചിട്ട് ഊരിയിട്ട് നിലത്ത് കൊടുത്തേരെ, അവൾക്ക് പെറുക്കാനും പെട്ടെന്ന് കേട്ടട്ടെ. ഇത് വിശദാംശങ്ങൾ ഇതെല്ലാം ബോവാസിൻ്റെ നന്മയെ കാണിക്കുന്നതാണ്. ഔദാര്യം, സ്നേഹം, കരുതൽ, ആത്മീയത എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ അവൾ ഒന്ന് കാലാപെറുക്കി വൈകുന്നേരമായപ്പോൾ എല്ലാമായിട്ട് വീട്ടിൽ ചെന്നു അമ്മായിയമ്മയുടെ വിശേഷം എല്ലാം പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 1 മുതൽ വാക്യങ്ങൾ. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ സന്തുഷ്ടമായി കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ. ഇപ്പം നവോമി പ്രായം ചെന്ന ആൾ ഈ മകള് തന്നെ നോക്കുന്നുണ്ട്, പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു ഭാവിയില്ല, അതിന് നൊമ്പരമുണ്ട് അമ്മയ്ക്ക്. എന്നാ ചെയ്യുന്നത്? അപ്പം നവോമിയുടെ ഉള്ളിൽ ചിന്ത വരികയാണ്, മോശ നൽകിയൊരു നിർദ്ദേശമുണ്ട്. ഇസ്രായേൽ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു പുരുഷൻ മക്കളില്ലാതെ മരിച്ചിട്ട് വിധവയായ സ്ത്രീ ഒറ്റയ്ക്കായാൽ ആ സ്ത്രീയെ ഈ മരിച്ച വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധു ഭാര്യയായിട്ട് സ്വീകരിക്കണം, കുഞ്ഞുങ്ങളുണ്ടാവണം. മരിച്ചുപോയ ആളിൻ്റെ ആ കുടുംബം അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി, ഇസ്രായേൽക്കാരുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. മോശയുടെ നിർദ്ദേശമാണ്. അത് വെച്ചുകൊണ്ട് നവോമി ചിന്തിക്കുകയാണ്, തൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാ ബോവാസ്. ഈ റൂത്തിനെ ബോവാസിൻ്റെ പക്കലേക്ക് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ ബോവാസ് റൂത്തിനെ ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ കുടുംബത്തിന് മുന്നോട്ടൊരു ഭാവി ഉണ്ടാവും, ആ കുഞ്ഞുങ്ങളും ഉണ്ടാവും, ഒരു കരുതലാവുമല്ലോ. യഥാർത്ഥത്തിൽ ബോവാസ് ഈ റൂത്തിൻ്റെ അപ്പനാകാൻ മാത്രം പ്രായമുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും. അതുകൊണ്ട് നവോമി പറയുകയാണ്, മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. അപ്പോൾ നവോമി അന്വേഷിച്ചു. ഇന്ന് രാത്രിയിൽ ബോവാസ് മെതിക്കളത്തിൽ ക്യാമ്പാണ്. കാരണം ബാർലി പാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പായിക്കുകയാണ്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത്. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്ന് അവൻ പറഞ്ഞു തരും. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നവൾ പറഞ്ഞു. അവൾ മെതിക്കടുത്ത് ചെന്ന് അമ്മായി പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ അവൾക്ക് സ്വന്തമായ ഒരു നിർബന്ധങ്ങളും ഒന്നുമില്ല. അമ്മായിയമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, യഹൂദരുടെ ഇസ്രായേൽക്കാരുടെ മോശ വഴി കിട്ടിയ ഒരു ആചാരം, ഒരു രീതി, അത് അവൾ അനുസരിക്കാൻ തയ്യാറാവുകയാണ്. 7-ാം വാക്യം. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യക്കൊമ്പാരത്തിൻ്റെ അരിയിൽ കിടന്നുറങ്ങി. അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു. അർദ്ധരാത്രി അവൻ ഞെട്ടി ഉണർന്നു. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. നീ ആരാ? അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ റൂത്താണ്. അവൾ പറഞ്ഞു, അങ്ങൻ്റെ അടുത്ത ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. വസ്ത്രം വിരിച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് സ്വീകരിക്കുക, മന്ത്രകോടി പടവ് കൊടുക്കുക. അങ്ങൻ്റെ അടുത്ത ബന്ധുവാകയാൽ എന്ന് പറയുമ്പോൾ സൂചന എന്താ? ബോവാസിനറിയാം, അടുത്ത ബന്ധുവാകയാൽ എന്നെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ മോശ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചേ. അപ്പോൾ ഇവിടെ കാര്യം ക്ലിയറാണ്. അവൾ തോന്നിയ വഴിക്ക് വൃത്തികേടിന് വന്നിരിക്കുന്നതല്ല, അലഞ്ഞു പേർക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതല്ല. അമ്മായിയമ്മ പറഞ്ഞു വിട്ടതനുസരിച്ച്, മോശയുടെ അനുശാസനം അനുസരിച്ച് തൻ്റെ പക്കലേക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലായി. ബോവാസ് അവളുടെ നന്മയെ ശ്ലാഘിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഒന്ന് നാട്ടിൽ നിന്ന് അമ്മായിയമ്മയ്ക്ക് വേണ്ടി സ്വന്തം നാടും കുടുംബമെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ടും അവളുടെ തന്നെ പ്രായത്തിലുള്ള ഒരു യുവാവിനെ ചോദിക്കാതെ അമ്മ പറയുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാളെ എനിക്ക് താ അമ്മേ, ഇതെൻ്റെ അപ്പനകം പ്രായമുള്ള ആളല്ലേ, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മരിച്ചു ഞാൻ ഒറ്റയ്ക്കാവുകയല്ലേ.
അങ്ങനെയുള്ള ഒരു അവകാശം നമുക്ക് പറയാം, ബോവാസ് എടുത്ത് പറയാം ഇവിടെ. അതിനൊന്നും നീ പോകാതെ അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാൻ തയ്യാറായില്ല. മോളെ, നിൻ്റെ നന്മ എനിക്കറിയാം, ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ 12-ാം വാക്യം, ഞാൻ നിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് വാസ്തവം തന്നെ, എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റു ചാർച്ചക്കാർ നിനക്കുണ്ട്. അപ്പോൾ ബോവാസിൻ്റെ ചിന്ത പോകുന്ന അങ്ങോട്ട് നോക്കിക്കേ. മോശ പറഞ്ഞിട്ടുണ്ട് അടുത്ത ബന്ധു. അപ്പോൾ ബോവാസ് അടുത്ത ബന്ധുവാണെങ്കിൽ അതിനേക്കാൾ അടുത്ത് വേറൊരു ബന്ധുവുണ്ട്. അപ്പോൾ ആ ബന്ധുവിൻ്റെ അവകാശമോ ഉത്തരവാദിത്വമാണ് ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് മോശ പറഞ്ഞു വെച്ച് വാക്ക് വെച്ച് കൃത്യം നോക്കിയാൽ ബോവാസിൻ്റെ മനസാക്ഷിയുടെ ആ കൃത്യമായ ഒരു വിവേചനം കണ്ടോ. കുഞ്ഞു കാര്യം അവഗണിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് രാത്രി നീ ഇവിടെ കഴിയുക, ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ ഞാൻ അന്വേഷിക്കാം. അവനെ ചെയ്താൽ നന്ന്, ചെയ്തില്ലെങ്കിൽ ഞാൻ നിർവഹിക്കാം. പ്രഭാതം വരെ ഇവിടെ കിടന്നുകൊള്ളുക. 14-ാം വാക്യം, അവൾ അവൻ്റെ കാൽക്കൽ കിടന്നു. അത് രാവിലെ ആളറിയുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു. ബോവാസ് പറഞ്ഞു, ബന്ധുക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. നീ എണീറ്റ് മേലെങ്കിൽ വിരിച്ചു പിടിക്കുക. അവൻ 6 അളവ് ബാർലി അവിടെ ഇട്ടിട്ട് തലയിൽ വെച്ച് കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം ക്ലിയറാക്കി. ഒരു അപ്പൻ മോളെ പുതപ്പിൻ്റെ കീഴെ ചേർത്ത് പിടിച്ച് കിടത്തി ഉറക്കുന്ന പോലെ ഈ മനുഷ്യൻ ഈ യുവതിയെ തൻ്റെ കൂടെ മതിക്കളത്തിൽ കിടത്തി ഉറക്കിയിട്ട് അവരെ ഏൽപ്പിച്ചു വിടുന്നു. നമുക്ക് ഈ രംഗം ശ്രദ്ധിക്കുമ്പോൾ ബൈബിളിൽ ഓർമ്മ വരുന്ന രംഗം യേശുപിതാവും മാതാവുമാണ്. ഇതുപോലത്തെ ഒരു ചിട്ട, വിശുദ്ധി, വിശ്വസ്തത നമുക്ക് വളരെ ചുരുക്കോടെ കാണാൻ പറ്റുള്ളൂ. അത്രയും ഉന്നതമായൊരവസ്ഥയിലാണ് നമ്മൾ ബോവാസിനെ കാണുന്നു, റൂത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം, പിറ്റേന്ന് തന്നെ രാവിലെ ബോവാസ് ചെന്ന് നഗരത്തിൽ ചെന്നിട്ട് ഈ അടുത്ത ബന്ധുവിനെ കണ്ടു, വിളിച്ചു, ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഈ കാര്യം സംസാരിക്കുകയാണ്, ഈ റൂത്തിനെ സ്വീകരിക്കുന്ന കാര്യം. അപ്പോൾ ആ അടുത്ത ബന്ധു പറയുകയാണ്, എനിക്ക് അവളെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബോവാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കുകയാണ്. അങ്ങനെ 4-ാം അധ്യായം 13-ാം വാക്യം, അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു, അവൾ അവന് ഭാര്യയായി, അവൻ അവളെ പ്രാപിച്ചു. അങ്ങനെ ബോവാസൻ റൂത്തിലൊരു കുഞ്ഞുണ്ടാവുകയാണ്. നവോമി ശിശുവിനെ മാറോടണച്ചു, അവൾ അവനെ പരിചരിച്ചു. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്നവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജെസ്സയുടെ പിതാവാണ്. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ വംശാവലി വിവരണത്തിലെ ഒരു 5 തലമുറ ശ്രദ്ധിച്ചോളവൻ ഉൾപ്പെടെ അതിൻ്റെ സോളമൻ്റെ 4-ാം തലമുറയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ അപ്പൂപ്പനെയും അമ്മൂമ്മയും നമ്മൾ കാണുകയായിരുന്നു. ബോവാസും റൂത്തും നമ്മൾ സൂചിപ്പിച്ചു. യേശുപിതാവിനോടും മാതാവിനോടും ഒരുപക്ഷെ ചേർത്ത് വെക്കാൻ തോന്നുമാറുള്ള വിശുദ്ധിയും ചിട്ടയും പിന്നെ ദൈവഭയവും രണ്ടുപേരുടെയും ഔദാര്യം, പരസ്പര കൂടെയുള്ളവരുടെ കരുതൽ, അമ്മായിയമ്മയോട് റൂത്ത് കാണിക്കുന്ന കരുതൽ, റൂത്തിനോടും ജോലിക്കാരോടും ബോവാസ് കാണിക്കുന്ന കരുതൽ, അമ്മായിമ്മ പറയുന്ന അതേപടി അനുസരിക്കുന്ന റൂത്ത്. ബോവാസ് അവളെ രാത്രി ബന്ധുക്കളത്തിൽ അവൾ വന്ന് കൂട്ടത്തിൽ തന്നെ സ്വീകരിക്കുന്നു പറഞ്ഞ് കിടക്കുമ്പോൾ പോലും അവളെ ആ രീതിയെ സമീപിക്കാതെ സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണത്തിൽ അവളെ മകളെ പോലെ കരുതി അവിടെ കൊടുത്ത് കിടത്തുന്നു. പിന്നെ ബാർലി കൊടുത്തു വിടുന്നു. അവൾക്ക് വേണ്ടി ശ്രേഷ്ഠന്മാരെ വിട്ട് സംസാരിക്കുന്നു, അവളെ സ്വീകരിക്കുന്നത്. എന്തുമാത്രം നന്മയുടെ നിറവാണ്. നന്മയുടെ നിറവ് മാത്രം കാണുന്ന ഒരു വല്യപ്പനും വല്യമ്മയും നമ്മൾ കാണുകയാണ്. ഇനി അടുത്ത തലമുറ ഓബദിനെ കുറിച്ച് നമുക്ക് അധികം വിവരണങ്ങൾ ബൈബിളിൽ കാണാനായിട്ടില്ല. ഓബദിൻ്റെ മകനാണ് ജെസേബിന് നമ്മൾ കാണുന്നത് തൊട്ടടുത്ത പുസ്തകം സാമുവേലിൻ്റെ 1-ാം പുസ്തകമാണല്ലോ. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരാം. അവിടെ നമ്മൾ ജെസ്സയുടെ കുടുംബത്തെ കാണുകയാണ്. ബെത്ലഹേമിൽ ജെസ്സയുടെ കുടുംബം, ജെസ്സയുടെ മക്കൾ, അതിനകത്ത് ഏറ്റവും ഇളയ ആളാണ് ദാവീദ്. അപ്പോൾ അന്ന് രാജാവായിട്ട് ഭരിക്കുന്ന സാവൂൾ രാജാവ് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവത്താൽ തിരസ്കൃതനായി. അതുകൊണ്ട് സാമുവേൽ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട്, സാമുവേൽ പ്രവാചകനാണ് ശുശ്രൂഷ ചെയ്യുന്നത്, പറയുകയാണ്, സാവൂളിനെ ഞാൻ തിരസ്കരിച്ചു, സാവൂളിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, അത് ബെത്ലഹേം ഗാവിലെ ജെസ്സയുടെ ഒരു മകനെയാണ്. അതുകൊണ്ട് നീ ബെത്ലഹേമിലേക്ക് കുടലിൽ തൈലം എടുത്തുകൊണ്ട് ചെല്ല്, ഞാൻ പറയുന്ന ആളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അതാണ് 16-ാമത്തെ അധ്യായ സംഭവം. അപ്പോൾ ഉടനെ സാമുവേൽ പറയും, ദൈവമേ, സാവൂൾ രാജാവ് ഇതറിഞ്ഞ് എന്നെ കൊന്നുകളയും. പറഞ്ഞു, രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോകുന്നുള്ളത് നീ ഞാനും അറിഞ്ഞാൽ മതി. നീ ഒരു ബലിയർപ്പിക്കാനായിട്ട് ചെല്ല് ജെസ്സയുടെ വീട്ടിൽ, അവിടുത്തെ ബലിയർപ്പിക്കാൻ അവരെല്ലാം വിളിച്ചു. അങ്ങനെ വിളിച്ച് ബലിയർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുമ്പം നീ അവരിൽ ഞാൻ പറയുന്നയാൾ രാജാവാക്കിക്കൂ. അങ്ങനെ കുടലിൽ തൈലവും നിറച്ചുകൊണ്ട് സാമുവേൽ പുറപ്പെടുകയാണ്. ജെസ്സയുടെ വീട്ടിലെത്തി സാമുവേൽ എല്ലാവരും വിളിച്ചു വരുത്തി. എല്ലാം വന്നു കഴിഞ്ഞപ്പം സാമുവേൽ നോക്കുകയാണ്,
ഇവരിൽ ഒരാളെയും പിള്ളേരിൽ ഒരാളെയാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ടത്. ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടത്? പിള്ളേർ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. മൂത്ത മകൻ വന്നപ്പോൾ ഏലിയാബിനെ ശ്രദ്ധിക്കുകയാണ്. 6-ാമത്തെ വാക്യം, കർത്താവിൻ്റെ അഭിഷിക്തനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവം ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യന് കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതല്ലോ, സൈഡ് ചിന്തയാണെങ്കിൽ പോലും വചനമാണല്ലോ, വചനം ധ്യാനിക്കുന്ന എപ്പോഴും നല്ലതാണല്ലോ. ഈ സാമുവേൽ ആരാ? 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ട് കർത്താവിന് വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങി അങ്ങനെ വളർന്ന് ദൈവത്തിൽ വളർന്ന് ഏലി പുരോഹിതൻ്റെ ശിക്ഷണം സ്വീകരിച്ചുകൊണ്ട് കുരുന്ന് പ്രായത്തിലെ സാമുവേൽ ദൈവം വിളിക്കുന്ന കേട്ട് ദൈവസ്വരം കേട്ട് പരിശീലിച്ച് വന്ന വലിയ പ്രവാചകനാണ്. എന്നിട്ട് പോലും, അതുപോലെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് പരിചയമുള്ള ആളായിരുന്നിട്ട് പോലും ഇവിടെ രാജാവായിട്ട് വാഴിക്കേണ്ടത് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യേണ്ട ആരെയാണ് ചിന്ത വന്നപ്പോൾ ഏലിയാബിനെ കണ്ടപ്പം സാമുവേലിന് തോന്നിപ്പോയി, ഇവനെ ആയിരിക്കും അഭിഷേകം ചെയ്യേണ്ടത്. തോന്നിപ്പോയി. അപ്പോൾ തമ്പുരാൻ പറയണല്ല, തമ്പുരാൻ ഒരു കാര്യം പറയാണ്, മനുഷ്യൻ്റെ ബാഹ്യമായ കാര്യം ശ്രദ്ധിക്കുന്നു, ദൈവം ആന്തരിക ഭാവം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് വിവേചിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് എടുത്തു പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ അല്ലാത്ത വഴികൾ തിരിച്ചറിയണം. വിവേചനം, പൈശാചിക അരൂപിയുടെ തിരിച്ചറിയണം. അവൻ പൈശാചിക അരൂപിയുടെ സ്വരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റണം. അതിന് വിവേചനം, ഡിസൈൻമെൻ്റ് എന്ന് പറയുന്ന കൃപ നമുക്ക് എല്ലാവർക്കും വേണം. അത് വളർത്തിയെടുക്കുകയും ചെയ്യണം. അത് കൃപയാണ്, വളർത്തിയെടുക്കേണ്ടതുമാണ്. നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം ദുഷ്ടം തൊടുകയില്ലാത്ത അവസരത്തിൽ നമ്മൾ കയറി വരാൻ നോക്കുമ്പം ഈ വിവേചനം വളരെ പ്രധാനപ്പെട്ടതാണ്, വിവേചനത്തിൻ്റെ വരം. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും എടുത്തു ചാടരുത്. സാമുവേലിന് പോലും തെറ്റി തോന്നിപ്പോയി ഈ ഏലിയാബിനെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്ന്. പക്ഷെ അല്ലായിരുന്നു. അപ്പം അത് ജോസഫിനെ പറ്റി അത് തന്നെ പറയാം. യോസേപ്പിതാവ് ഗർഭിണിയായ മേരി എന്ന കന്യകയെ വിവാഹം കഴിഞ്ഞിട്ട് ഗർഭിണിയെ കാണുമ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. തീരുമാനിച്ച് കഴിഞ്ഞിട്ടും ആ തീരുമാനം ദൈവത്തിൻ്റെ ഹൃദയത്തിന് നിരക്കുന്നതല്ലാത്ത കൊണ്ട് സുഖം വരുന്നില്ല. അതുകൊണ്ട് അതേപ്പറ്റി വീണ്ടും ആലോചിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം വരുന്നത്, അവളെ സ്വീകരിക്കണമെന്നാണ്. ഇത് എടുത്തു പറയാൻ കാരണം, സാമുവേലിനും യോസേപ്പിതാവിനും എത്രയോ വലിയ ആത്മീയ വ്യക്തികളവർ, അവർക്ക് പോലും ദൈവത്തിൻ്റെ സ്വരം വിവേചിക്കുന്നതിൽ പെട്ടെന്ന് കൃത്യത കിട്ടുന്നില്ല. പിന്നെയാണ് അവർ പ്രാർത്ഥിച്ചും ശ്രദ്ധിച്ചും തീരത്തിലെടുത്ത് നീങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഓരോരോ അവസരങ്ങൾ വരുമ്പം നമ്മൾ എന്തുമാത്രം ജാഗ്രത എടുക്കണം. പെട്ടെന്നൊന്ന് തോന്നി ഇതായിരിക്കും, ഇങ്ങനെ ചെയ്യാം, ഇതാ നല്ലതെന്നൊക്കെ തോന്നുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പത്രോസ് കസരവിരിപ്പിൽ വെച്ച് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, കുരിശുമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എടുത്തിയാടി പറഞ്ഞു. സ്നേഹം കൊണ്ട് പറഞ്ഞതാ. അത് നല്ലതായിട്ട് തോന്നി. പക്ഷെ സാത്താൻ്റെ വാക്കുകളായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല. ഈശോ അന്നേരം സാത്താനെന്ന് വിളിച്ചു. അതുകൊണ്ട് വിവേചനത്തിൻ്റെ ഒരു കൃപ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അടുത്ത സെഷനിന് ബാക്കി ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിവേചനത്തിൻ്റെ കൃപ വളർത്തിയെടുത്തുകൊണ്ട് ദൈവാത്മാരും മാത്രം നയിക്കപ്പെടുന്നവരാകുവാനുള്ള വരം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ ആത്മീയ പ്രവർത്തന എല്ലാ നിമിഷങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.